ജസ്നയുടെ തിരോധാനത്തിൽ അജ്ഞാത സുഹൃത്തിന് പങ്കുണ്ടോ എന്ന സംശയം ഉന്നയിച്ച് ജസ്നയുടെ പിതാവ് തിരുവനന്തപുരം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. CBI അന്വേഷണം അവസാനിപ്പിച്ചതിനെതിരെയാണ് ഹർജിയുള്ളത്. അന്വേഷണത്തിൽ CBI വിട്ടുകളഞ്ഞ വസ്തുതകൾ ഹർജിയിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ജസ്ന എവിടെ എന്ന ചോദ്യം ബാക്കി വെച്ചാണ് CBI അന്വേഷണം അവസാനിപ്പിച്ചത്. കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. CBI അവസാനിപ്പിച്ചെടുത്ത് പുതിയ വഴിത്തിരിവിലേക്ക് നയിക്കാവുന്ന സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് ജസ്നയുടെ പിതാവ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചിരിക്കാം എന്നതിന് ഒട്ടേറെ കാരണങ്ങളും അഭ്യൂഹങ്ങളും ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരം CJM കോടതിയിൽ ജസ്നയുടെ പിതാവ് സമർപ്പിച്ച ഹർജി മറ്റ് ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ്. CBI ആ സംശയങ്ങൾക്ക് ഉത്തരം കാണാൻ ശ്രമിച്ചില്ലെന്നാണ് ഹർജിയിൽ പരാതിപ്പെടുന്നത്. ജസ്നയെ കാണാതായതിനു പിന്നിൽ അജ്ഞാത സുഹൃത്തിന്റെ പങ്കാണ് പിതാവ് സംശയിക്കുന്നത്. ഈ അജ്ഞാത യുവാവ് ജസ്നയെ ദുരുപയോഗം ചെയ്തിരിക്കാമെന്നാണ് അനുമാനം. അങ്ങനെ സംശയിക്കാവുന്നതിന് ചില കാരണങ്ങളും നിരത്തുന്നുണ്ട്. കാണാതാകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ ജസ്നയ്ക്ക് അമിത ആർത്തവ രക്തസ്രാവം ഉണ്ടായിരുന്നു. ഇക്കാര്യം അജ്ഞാത സുഹൃത്തിനെ അറിയിക്കാനാകാം ജസ്ന വീട് വിട്ടുപോയതെന്നാണ് പിതാവ് ഇപ്പോൾ സംശയിക്കുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചുവെന്നാണ് അറിയേണ്ടത്. ജസ്നയുടെ ആർത്തവ രക്തം പുരണ്ട വസ്ത്രങ്ങൾ തിരുവല്ല ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ വസ്ത്രങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ CBI തയ്യാറായില്ലെന്നാണ് ഹർജിയിൽ പറയുന്നത്. പരിശോധിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ചതിന്റെ ഫലമായാണോ രക്തസ്രാവം ഉണ്ടായതെന്ന് കണ്ടെത്താമായിരുന്നു. ജസ്ന കോളേജിന് പുറത്ത് നടന്ന NSS ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. അവിടെ വെച്ച് ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകാമെന്നാണ് സംശയം. ജസ്നയെ കാണാതാവുന്നതിന്റെ അന്ന് വൈകിട്ട് 6-നും പിറ്റേന്ന് രാവിലെയും വന്ന ഫോൺ കോളുകളിലും അന്വേഷണം ഉണ്ടായില്ല. മാത്രമല്ല, ജസ്നയ്ക്കൊപ്പം കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന 5 വിദ്യാർത്ഥിനികളുടെ മൊഴിയും CBI എടുത്തിട്ടില്ല. ജസ്നയെ കാണാതാകുന്നത് പുലിക്കുന്നിലിനും നെടുങ്കണ്ടത്തിനുമിടയിൽ വെച്ചാണ്. അവിടെ എത്തി CBI അന്വേഷണം നടത്തിയില്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ഹർജി ഈ മാസം 26-ന് കോടതി വീണ്ടും പരിഗണിക്കും. അഭിഭാഷകൻ ശ്രീനിവാസൻ വേണുഗോപാൽ മുഖേനയാണ് ജസ്നയുടെ പിതാവ് നേരിട്ട് കോടതിയിലെത്തി ഹർജി സമർപ്പിച്ചത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.